പാക് അധീന കശ്മീരിലേത് മനുഷ്യാവകാശ ലംഘനങ്ങളെന്ന് വിദേശകാര്യ മന്ത്രാലയം. അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന പ്രദേശത്ത് നിന്ന് വിഭവങ്ങൾ കൊള്ളയടിക്കുന്നു. പാകിസ്ഥാൻ സർക്കാരാണ് ഇതിനു പിന്നിൽ. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ തടയാനും അന്വേഷിക്കാനും നടപടിയെടുക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പി ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, പാക് അധീന കശ്മീരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ കലാപങ്ങളാണ്. അവിടുത്തെ പാകിസ്ഥാൻ സംവിധാനങ്ങൾക്കെതിരെ ജനങ്ങളുടെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. അതിൽ ഏറ്റുമുട്ടലുകളിൽ ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്താണ് വിദേശകാര്യ മന്ത്രാലയം ഈ രണ്ട് വിഷയങ്ങളും, പ്രത്യേകിച്ചും ബംഗ്ലാദേശിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തിലുമൊക്കെ നിലപാടെടുക്കുന്നത്? ഈ രണ്ട് സംഭവങ്ങളെയും ഇപ്പോൾ വിദേശ മന്ത്രാലയം അപലപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് പാകിസ്ഥാൻ നടത്തുന്നത്. പാക് അധീന കാശ്മീരിൽ എന്താണ് ഇന്ത്യയുടെ നിലപാട്? അവിടെയുള്ള വിഭവങ്ങളെല്ലാം തന്നെ കൊള്ളയടിക്കുന്ന സാഹചര്യമാണ്. അവിടെ ജനങ്ങൾ എതിർക്കുന്നു. അടിച്ചമർത്തലിനുള്ള സ്വാഭാവിക പ്രതികരണമാണ് പാക് അധീന കാശ്മീരിലുള്ളത്. അതേസമയം ബംഗ്ലാദേശിന്റെ ഇടക്കാല ഉപദേഷ്ടാവ് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നടത്തിയ ചില പ്രതികരണങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത്. അതായത് ഇന്ത്യ ഈ പ്രചരിപ്പിക്കുന്നത്, അതായത് ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടക്കുന്നു എന്നുള്ളത് തെറ്റായ വാർത്തകളാണെന്നുള്ള ഇതിന് എതിരെയാണ് ഇന്ത്യയുടെ നിലപാട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ചിറ്റഗോങ്ങിൽ നടക്കുന്ന ആക്രമണങ്ങൾ അന്വേഷിക്കുകയും തടയുകയും വേണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി. പാക് അധീന കശ്മീരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രക്ഷോഭത്തിനെതിരെ പാക് സേന നടത്തിയ വെടിവയ്പിൽ 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. വലിയ പ്രതിഷേധമാണ് അവിടെ പാക് സംവിധാനങ്ങൾക്കെതിരെ ഉയരുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായ നിലപാട് സ്വീകരിക്കുകയാണ്.